ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തരിയോട് കൂടിയുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കും, പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള പുട്ടുപൊടിയാണ്, അല്ലാതെ നൈസായിട്ടുള്ള അരിപ്പൊടിയല്ല. ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇതിന് മുൻപ് നമ്മളിങ്ങനെ റെസിപ്പി ചെയ്തപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പുട്ടുപൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടത്, കാരണം നമ്മൾ പുട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതാണല്ലോ, അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ഇത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഞാനിവിടെ 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ പൊടിക്ക് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഉണ്ടാവാം. ഞാനിവിടെ കറക്റ്റ് പറഞ്ഞാൽ 250 ml കപ്പിൽ 1 കപ്പ് അളവിലാണ് നമ്മൾ പൊടി എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കുക. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇതിവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ, ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അരികിൽ നിന്നൊക്കെ കറക്റ്റ് ഇങ്ങനെ എടുത്തിട്ട്, അരികിലൊക്കെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പുട്ടിന് നനയ്ക്കുന്നൊന്നും പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ്. ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേ മെഷർമെൻറ്റിൽ തന്നെ 1/2 കപ്പ് അളവിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റൊക്കെ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, വാടിപ്പോയതൊന്നും എടുക്കാതിരിക്കുക. ഇതിപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരൻ്റെ അളവ് ഇത്ര തന്നെ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അളവ് കുറക്കാവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പഞ്ചസാരയൊക്കെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ തീരെ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പാൽപുട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യും ഇതുപോലെ തന്നെയാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നെയ്യൊക്കെ കൂട്ടി റെഡിയാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനും താല്പര്യം ഉണ്ടാവും. എന്തുകൊണ്ടും ഹെൽത്തിയാണ് നെയ്യും ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യം ഇല്ല, നിങ്ങളെ കയ്യിലില്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ എന്തുകൊണ്ടും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കഴിക്കാൻ. അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. ഇത്ര തന്നെ ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അളവ് വേണം കുറക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്ത നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതും കുട്ടികൾക്കൊക്കെ താല്പര്യം ഉണ്ടാവും. ഞാനിവിടെ നട്ട്സ് ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ബദാമോ പിസ്തയോ കാഷ്നട്ടോ എന്ത് വേണമെങ്കിലും നന്നായിട്ട് പൊടിയായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും റെഡിയാക്കാവുന്നതാണ്.
ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മൾ പുട്ടിനെ നനച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ തന്നെ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ പുട്ടിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഇത്തിരി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. കാരണം ചിലവർക്ക് തേങ്ങ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം, താല്പര്യം അങ്ങനെ തന്നെ ആയിരിക്കും. ചിലവർക്ക് അധികം തേങ്ങ വേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു കപ്പ് അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത പുട്ടാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അത്യാവശ്യം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ താല്പര്യം പോലെ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ ബൗളിൽ വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ റെഡിയാക്കണം എന്നില്ല. സാധാരണ നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ പുട്ടുകുറ്റിയിൽ ഫില്ല് ചെയ്തിട്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടുണ്ടല്ലോ ആ ഒരു രീതിയിൽ ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ സ്റ്റീലിൻ്റെ ബൗളുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിരവി എടുത്ത തേങ്ങയിൽ നിന്ന് ആവശ്യത്തിന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകട്ടെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഇത്തിരി തേങ്ങ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഈ മിക്സിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എത്ര തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കണ്ട. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗിക്കും കൂടിയാണ് ഇങ്ങനെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ തേങ്ങ ഒക്കെ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പം നല്ല ഇഷ്ടമായിരിക്കും. നമ്മൾ തേങ്ങയും നെയ്യും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇപ്പം നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുകളിലും ഇത്തിരി തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലൊരു ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം. ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ, കയ്യിലേക്ക് അങ്ങോട്ട് സ്റ്റീം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ. ഇനി നമ്മൾ ഇതിന് സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബൗളുണ്ടല്ലോ, മിക്സൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ബാലൻസ് ഇത്തിരി കൂടി ഉണ്ട്, അതുകൂടി ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം.
ഇപ്പം നമ്മൾ പുട്ട് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിൽ വാഴയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൽപ്പുട്ട് നമ്മൾ ആദ്യം ഈ ഒരു പ്ലേറ്റിലേക്കാണ് ഇങ്ങനെ ഒരു പാൽപ്പുട്ട് മാത്രം നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബാലൻസ് ഉള്ളതൊക്കെ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോർമൽ പുട്ട് റെഡിയാക്കി എടുക്കുന്ന മാതിരി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് വെച്ചിട്ട് ഇത്രയും പാൽപ്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലൊന്നും തന്നെ കറിയോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്താൽ, അഥവാ വേണമെങ്കിൽ ഇത്തിരി കൂടി മധുരം വേണമെന്നാണെങ്കിൽ ഇത്തിരി പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, ആവശ്യം വരില്ല. നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നാണെങ്കിൽ പഴം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ചൂട് കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ്. ഇനി നമ്മൾ പാൽപ്പുട്ട് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. അത്രമാത്രം സോഫ്റ്റായ പാൽപ്പുട്ടാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കുക. സോഫ്റ്റായ പുട്ട് തന്നെയാണല്ലോ, നമുക്കൊക്കെ ഹാർഡായ പുട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. സോഫ്റ്റായ പുട്ട് തന്നെയാണ് എല്ലാവർക്കും പൊതുവെ താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പുട്ടിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.